എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ മൈഗയെ കാണിക്കുന്നു. മൈഗയ്ക്ക് ഇതുവരെയായിട്ടും ആ ഒരു വില്ലൻ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വില്ലൻ പറയും, എന്റെ ഓരോ അടിയിലും നിന്റെ ഓർമ്മ അത് പതിയെ പതിയെ തിരികെ വരും. അങ്ങനെ അവസാനം നീ അടികൊണ്ട് തോറ്റ് താഴെ വീഴുമ്പോ നിനക്ക് ഞാൻ ആരാണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാകുമെന്ന് വില്ലൻ പറയുമ്പോ ഇവിടെ മൈഗയ്ക്കാവട്ടെ ഇപ്പൊ ഒരുപാട് ദേഷ്യം വരും. അതേ സമയത്ത് ഇവിടെ ഹിറ്റാച്ചി ആവട്ടെ അവന്റെ കണ്ണ് തുറപ്പിച്ച് നോക്കുമ്പോ അത് കണ്ട് അമ്മൂമ്മ പറയും, ഇവനല്ലേ സ്വന്തം ക്ലാന് പോലും നശിപ്പിച്ച് സ്വന്തം പാരന്റ്സിനെ കൊന്ന മഹാഭാബി എന്ന് പറയുമ്പോ ഹിറ്റാച്ചി ആവട്ടെ അത് കേട്ട് കൂളായിട്ട് ചിരിച്ച് കാക്കാഷിയെയും നറൂട്ടോയും വിളിക്കും. അതേസമയം സാക്കുറ ആവട്ടെ ഇപ്പൊ ഹിറ്റാച്ചിയുടെ കണ്ണുകൾ കണ്ട് ഒരു സെക്കൻഡ് സാസുകെ ഓർത്തു പോവും. മാത്രമല്ല സാസുകയ്ക്ക് ഹിറ്റാച്ചിയോടുള്ള ദേഷ്യവും അവളുടെ മനസ്സിലേക്ക് വരും. നറൂട്ടോ ഹിറ്റാച്ചിക്ക് നേരെ വിരൽ ചൂണ്ടി, നിനക്ക് ഞാൻ മാത്രം പോരല്ലേ, എനിക്ക് മുൻപേ നീ ഗാറെ കൊണ്ടുപോയി, തീർച്ചയായിട്ടും നിന്നെ ഞാൻ തിരിച്ചു പോകാൻ അനുവദിക്കില്ല. ഇവിടെ വെച്ച് തന്നെ നിന്റെ കഥ അത് ഞാൻ കഴിക്കുമെന്ന് പറയുമ്പോ ഇവിടെ ഗാരയുടെ പവർ അത് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ മൈഗയാവട്ടെ ഇപ്പോഴും വണ്ടർ അടിച്ചിരിക്കുമ്പോ ആ ഒരു വില്ലൻ അവൻ കറങ്ങി വന്ന് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവനെ കണ്ട് ലീ പറയും, ഇവനും തീർച്ചയായിട്ടും അക്കാസ്കി മെമ്പർ തന്നെയാണ്. വില്ലൻ കറങ്ങി വന്ന് ഇപ്പൊ ഒരുപാട് വെള്ളം പുറത്തെടുത്ത് നമ്മുടെ ആൾക്കാരെ അട്ടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈഗയ്ക്ക് ടെൻഷനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൻ ചുറ്റും നോക്കാൻ തുടങ്ങും. അതേ സമയത്ത് ഇവിടെ ഹിറ്റാച്ചി ആവട്ടെ അവന്റെ കണ്ണു വെച്ച് ഇപ്പൊ എന്തോ ഒരു ജിപ്സു അത് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. കാക്കാഷി ഓട്ടനെ ഇപ്പൊ വിളിച്ചു പോവും, ആരും അവന്റെ കണ്ണിലേക്ക് നോക്കരുത്, അവൻ ഉപയോഗിക്കുന്നത് വിഷ്വൽ ജിപ്സു ആണ്. എല്ലാവരും തല കുനിച്ചു പിടിക്കുമ്പോ ഇപ്പൊ സാക്കുറ ചോദിക്കും, നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും ചോദിക്കുമ്പോ അതിന് കാക്കാഷി അവൻ പതിയെ കണ്ണടച്ച് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കാൻ തുടങ്ങും. ഫ്ലാഷ് ബാക്കില് കാക്കാഷി മൈഗൈനോട് ചോദിക്കും, ഹിറ്റാച്ചി അവനെ എങ്ങനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും? അതിന് മൈഗൈ പറയും, അവന്റെ കണ്ണിൽ നോക്കരുത്, അവന്റെ ബോഡി അത് ലക്ഷ്യമാക്കി മാത്രമേ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിന് സാക്കുറ അവന്റെ ബോഡി മാത്രം നോക്കി എങ്ങനെ ഫൈറ്റ് ചെയ്യും? അതിന് അമ്മൂമ്മ പറയും, അവനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യണം, അതായത് ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാര് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ തോൽപ്പിക്കാൻ കഴിയും. അവനോട് നേർക്കുനേർ ഫൈറ്റ് ചെയ്യുന്നവര് തീർച്ചയായിട്ടും അവന്റെ ഗെഞ്ചിപ്സൂല് വീഴും. അതേ സമയത്ത് മറ്റൊരാള് ആ ഗ്യാപ്പില് ഹിറ്റാച്ചി ആയിട്ട് ഫൈറ്റ് ചെയ്താല് ഉറപ്പായിട്ടും നമ്മൾ ഈ ഫൈറ്റിൽ ജയിക്കും. അത് മാത്രമല്ല ബോധം കെട്ട് അവന്റെ ഗെഞ്ചിപ്സൂല് വീണ് കിടക്കുന്നവനെ മറ്റാരെങ്കിലും തലയ്ക്കൊരടി കൊടുത്ത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അത് കേട്ട് കുട്ടപ്പൻ അവന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ തന്നെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ ചാടി ചാടി നിൽക്കും. അതിന് കാക്കാഷി പറയും, മിണ്ടിപ്പോവരുത്, ഞാൻ പറയാതെ ആരും അനങ്ങാൻ പാടില്ല. കട്ട് ചെയ്താ ഇവിടെ കിസമി വില്ലനാവട്ടെ ഇപ്പൊ വെള്ളം കൊണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരെയും അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. വില്ലൻ വീണ്ടും ഇപ്പൊ മൈഗയോട് ചോദിക്കും, നിനക്കിപ്പോഴെങ്കിലും ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മൈഗൈ ഒരുപാട് ആലോചിച്ചിട്ടും അതാരാണെന്ന് പിടികെട്ടില്ല. ടൺ ചോദിക്കും, ഇത്രയും വെള്ളം അതിപ്പോ എങ്ങനെ വന്നു? അതിന് നെജി പറയും, അവന്റെ പവർ അത് വളരെ കൂടുതലാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി ആവട്ടെ എല്ലാവരെയും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കുട്ടപ്പൻ വണ്ടടിച്ച് ഇപ്പൊ കാക്കാഷിയോട് ചോദിക്കും, അമ്മൂമ്മയുടെ ഐഡിയ അത് ഫ്ലോപ്പാണോ? അതിന് കാക്കാഷി പറയും, അമ്മൂമ്മയുടെ ഐഡിയ അത് ഓൾറെഡി ഗെഞ്ചിപ്സൂല് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ, അത് ഓർഡിനറി ഗെഞ്ചിപ്സൂല് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഇവന്റെ ഗെഞ്ചിപ്സു അത് വേറെ ലെവലാണ്. അവന്റെ ശരീരം കണ്ണ് അത് മങ്കിക്യൂ ശരീരം കണ്ണാണ്. അതുകൊണ്ട് അവന്റെ ഗെഞ്ചിപ്സുവിന്റെ പവർ അത് വളരെ കൂടുതലാണ്. അവൻ ഇല്യൂഷനിൽ കൊണ്ടുപോയി അവൻ ഇഷ്ടമുള്ള അത്രയും കാലം ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാൻ കഴിയും. 3 ദിവസം ആ ഒരു നരകയാതന ഞാൻ അനുഭവിച്ചതാണ്. ഉടനെ എല്ലാവരും ഞെട്ടിയിട്ട് ഇപ്പൊ പരസ്പരം നോക്കും. ഹിറ്റാച്ചി പറയും, നീ എന്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി വെച്ച് അന്ന് നൈസായിട്ട് രക്ഷപ്പെട്ടു, പക്ഷെ ഇത്തവണ നിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കാക്കാഷി ആവട്ടെ ഇപ്പൊ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. കിസമിയും ഹിറ്റാച്ചിയും ഒരുമിച്ച് കാക്കാഷിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്ന ആ ഒരു മൊമെന്റ്. കിസമി ഫുൾ ഫോമില് കാക്കാഷിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോ ഹിറ്റാച്ചി ആവട്ടെ അത് തടയും. ഇപ്പൊ കാക്കാഷി പറയും, അന്ന് നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാതിരുന്നത് നിന്റെ ശരീരം കണ്ണിന്റെ പവർ അത് സ്റ്റോർ ചെയ്യാനാണ്. കാരണം ശരീരം കണ്ണിന്റെ പവർ അത് കൂടുതൽ ഉപയോഗിച്ചാല് തീർച്ചയായിട്ടും നിനക്ക് ഒരുപാട് വേദനിക്കും, അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞ് കാക്കാഷി ആവട്ടെ ഇപ്പൊ അവന്റെ ശരീരം കണ്ണ് അത് ഹിറ്റാച്ചിക്ക് തുറന്ന് കാണിച്ചു കൊടുക്കും. ഹിറ്റാച്ചി ആവട്ടെ അത് കണ്ട് ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്രീസ് ആയി പോവും. കാക്കാഷി പെട്ടെന്ന് തന്നെ അവന്റെ കണ്ണ് ക്ലോസ് ചെയ്യുമ്പോ ഹിറ്റാച്ചിക്ക് മനസ്സിലാവും കാക്കാഷിക്ക് എന്തോ ഒരു വലിയ പ്ലാൻ ഉണ്ടെന്ന്. ഇവിടെ കിസമി വില്ലൻ
അവന്റെ വെള്ളം ഉപയോഗിച്ച് വലിയൊരു കടല് തന്നെ തീർക്കുമ്പോ മൈഗൈ ആവട്ടെ ഇപ്പൊ ചാടിയും മറിഞ്ഞും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ വില്ലനാവട്ടെ വാട്ടർ ക്ലൗൺസ് ഉപയോഗിച്ച് ഇപ്പൊ മൈഗയെ പറ്റിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ അക്കാസ്കി ടീം അവര് പരസ്പരം ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഹിറ്റാച്ചിയും കിസുമയും അവര് രണ്ടുപേരും ഇപ്പൊ നല്ല ഫൈറ്റിലാണ്. അവര് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കുന്നതിനുള്ളിൽ ഇവന്റെ പവർ അത് മുഴുവനായിട്ടും നമുക്ക് അബ്സോർബ് ചെയ്യണം. കിസമി വില്ലൻ അവൻ വീണ്ടും വെള്ളവുമായിട്ട് ചാടി വീഴുമ്പോ ഇത്തവണ ലീ അവൻ കറക്റ്റായിട്ട് ചാടി വന്ന് ആ ഒരു വില്ലനെ ഉടനെ നെജി അവന്റെ 8 ഡയഗ്രാം പംസ് ഉപയോഗിച്ച് വില്ലനെ അങ്ങനെ തന്നെ ഇപ്പൊ അട്ടിച്ച് തെറിപ്പിക്കും. പക്ഷെ കിസമി അവന് പവർ കൂടുതലാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരുമ്പോ ടൺ ആവട്ടെ ഒരു ബോംബ് കറക്കി അവന്റെ നേർക്കെറിയും. ബോംബ് പൊട്ടി അങ്ങോട്ട് തെറിക്കുമ്പോ അതിൻ്റെ ഉള്ളില് ഇപ്പൊ വില്ലനും പെട്ടുപോകും. വില്ലൻ നൈസായിട്ട് ഇപ്പൊ വെള്ളത്തിനടിയിലൂടെ മുങ്ങാങ്കുഴിയിട്ട് മുൻപോട്ടേക്ക് പോവും. ടെൻഷനായിട്ട് നെജി അവൻ എവിടേക്കാ പോയെന്ന് വേഗം ചെക്ക് ചെയ്ത് പറ. അത് കേൾക്കേണ്ട താമസം നെജി ആവട്ടെ അവന്റെ വ്യാഹു കണ്ണുവെച്ച് ചെക്ക് ചെയ്തു പറയും, അവൻ നമ്മുടെ തൊട്ടടുത്തേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. വില്ലൻ ആർപ്പ് വിളിച്ച് ഇപ്പൊ മുകളിലേക്ക് പൊന്തി വരുമ്പോ മൈഗയ്ക്ക് എന്തോ ഒരു ചെറിയ സംശയം ഇപ്പൊ അവന്റെ മേലെ തോന്നും. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് മൈഗയെ ആലോചിക്കുമ്പോ വില്ലൻ വീണ്ടും പറയും, ഒന്നും പേടിക്കാനില്ല, അടുത്ത അടിയോടുകൂടെ തീർച്ചയായിട്ടും നിനക്കെന്നെ മനസ്സിലാവും. ടെൻഷനാണെങ്കിൽ അത് കണ്ട് കലി കയറും. ഇത്ര നേരമായിട്ടും മൈഗയ്ക്ക് അവൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇവിടെ ഹിറ്റാച്ചി അവൻ കണ്ണു തുറപ്പിച്ച് നോക്കുമ്പോ നമ്മുടെ കാക്കാഷി പറയും, കഴിഞ്ഞ തവണ എനിക്ക് വലിയ തെറ്റാണ് സംഭവിച്ചത്, പക്ഷെ ഇത്തവണ അത്തരത്തിലൊരു തെറ്റ് അത് സംഭവിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. കുട്ടപ്പ ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് ഇപ്പൊ കാക്കാഷി പറയും. പക്ഷെ നമ്മുടെ കുട്ടപ്പന് അത് തീരെ പിടിക്കില്ല. അവനാവട്ടെ ഇപ്പൊ കണ്ണു തള്ളി കാക്കാഷി നോക്കും. അപ്പൊ കുട്ടപ്പൻ ഓർക്കും, ഇതേ ഡയലോഗ് തന്നെ സബൂസയായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ കാക്കാഷി പറഞ്ഞിരുന്നു. കാക്കാഷി പറയും, ഇത് ടീം വർക്കാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ബാക്കോട്ട് നിൽക്കണം. അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, ടീം വർക്ക് ആണെന്ന് പറഞ്ഞ് നീ മാത്രമാണോ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? അതിന് കാക്കാഷി ഒരിക്കലും അല്ല, ഇത്തവണ നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്യും. കാക്കാഷി പറയും, കുട്ടപ്പ ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ നീ എന്നെ കവർ ചെയ്ത് നിൽക്കണം. ഇവിടെ മൈഗൈ ബാക്കിയുള്ള എല്ലാവരോടും പറയും, എൻ്റെ മുൻപിൽ വേറെ വഴിയില്ല, ആദ്യം ആ ഒരു ഗാർഡ് അതെങ്ങനെയെങ്കിലും ഞാൻ അടിച്ച് തകർക്കാം. അത് കേട്ട് വില്ലൻ ചിരിക്കും. പക്ഷെ മൈഗൈ ആള് വിട്ടുകൊടുക്കില്ല. അവൻ ചാടി വന്ന് ആ ഒരു ഗാർഡിന് ഒരൊറ്റ അടി. പക്ഷെ ഗാർഡിന് ഒരു പോറല് പോലും ഏൽക്കില്ല. മൈഗയുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ റോക്ലി ആവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗാർഡ് അടിച്ച് തകർക്കാൻ നോക്കുമെങ്കിലും പാവൻ റോക്ലി ആവട്ടെ അവൻ തകർന്നടിഞ്ഞ് ഇപ്പൊ താഴെ വീഴും. ലീ പറയും, അവന്റെ സ്ക്വാഡ് അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല. ടെൻഷൻ ഉടനെ ഇപ്പൊ 2 കത്തിയെടുത്ത് അതിലൊരുപാട് പേപ്പർ ബോംബ് കണക്ട് ചെയ്ത് വില്ലന്റെ സ്ക്വാഡിന് നേരെ ഇപ്പൊ വലിച്ചെറിയും. ബോംബ് പൊട്ടും, പക്ഷെ അവന്റെ സ്ക്വാഡിന് യാതൊന്നും സംഭവിക്കില്ല. നമ്മുടെ മൈഗൈ അവൻ വലിയ മണ്ടനാണ്. അവൻ ഇതുവരെ ആ ഒരു വില്ലൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ അവൻ ഒന്നറിയാം, ആ ഒരു സ്ക്വാഡ് അത് തകർക്കുകയാണെങ്കിൽ ഇവനെ ഈസി ആയിട്ട് തോൽപ്പിക്കാം. വില്ലൻ അവന്റെ 32 പല്ലും കാണിച്ച് ഇളിച്ച് കാണിച്ച്, നിനക്ക് ഇതുവരെ ഞാൻ ആരാണെന്ന് പിടികിട്ടിയില്ലല്ലേ, ടെൻഷനാണെങ്കിൽ ഇപ്പൊ മരിച്ചാ മതിയെന്നാവും. അതിന് മൈഗൈ ടെൻഷനായിട്ട്, എനിക്കറിയില്ല, പക്ഷെ ഇതോടെ ഇടിച്ചിവന്റെ കഥ കഴിക്കുന്നു പറഞ്ഞ് മൈഗൈ വീണ്ടും അവന്റെ അടുത്തേക്ക് ചാടി വീഴും. കട്ട് ചെയ്താ ഇവിടെ ഹിറ്റാച്ചി ആവട്ടെ ഇപ്പൊ കുട്ടപ്പന് നേരെ അവന്റെ വിരൽ ചൂണ്ടും. ഇത്തവണ ഉറപ്പായിട്ടും നീ എന്റെ കയ്യിൽ നിന്ന് മിസ്സാവില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകും നറൂട്ടോ എന്ന് പറഞ്ഞ് അവനിപ്പോ നറൂട്ടോയെ മുഴുവനായിട്ടും സ്കെച്ച് ചെയ്യാൻ ആരംഭിക്കും. അത് കണ്ട് കാക്കാഷി ഇപ്പൊ ചാടി വീണ് ഹിറ്റാച്ചി ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ ഹിറ്റാച്ചി അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് വരും. കുട്ടപ്പൻ കയ്യില് ഇപ്പൊ റെസൻഗൺ പവർ എടുത്ത് ഹിറ്റാച്ചിക്ക് ടാഞ്ഞൊരടി. ആ ഒരു അടിയില് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമ്പോ കുട്ടപ്പൻ കാണാ അവന്റെ ചുറ്റിലും എല്ലാവരും തളർന്നു വീണ് കിടക്കുന്നതായിട്ടാണ്. അവരോരോരുത്തരായിട്ട് ഇപ്പൊ എഴുന്നേറ്റ് വരുമ്പോ അതെല്ലാം തന്നെ ഹിറ്റാച്ചിയായി മാറും. അതേ സമയത്ത് ഇവിടെ മൈഗൈ ആവട്ടെ ആ ഒരു വില്ലനെ തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞു ആട്ടിച്ച് അവന്റെ സ്ക്വാഡ് അങ്ങനെ തന്നെ തട്ടിയെടുക്കും. അപ്പൊ അതേ ഗ്യാപ്പില് ബാക്കിയുള്ള എല്ലാവരും വില്ലന് നേർക്ക് പാഞ്ഞടുത്ത് അവനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. പക്ഷെ വില്ലൻ അവനൊരു അഡാറ് വില്ലനാണ്. അവൻ വാട്ടർ ക്ലൗൺസ് ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലൻ അവരെ വെട്ടിത്തിരിപ്പിച്ച് വാട്ടർ പ്രിസൺ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ ലോക്ക് ചെയ്ത് പിടിക്കും. അത് കണ്ട മൈഗൈ വില്ലന്റെ സ്ക്വാഡ് എടുത്ത് അവനെ അടിക്കാൻ വരുമ്പോ
ആ ഒരു സ്ക്വാഡ് തകർന്ന് മൈഗയുടെ കൈക്ക് ഇപ്പൊ നല്ല രീതിയിൽ പരിക്ക് പറ്റും. ഇവിടെ കുട്ടപ്പന് എന്താ സംഭവിക്കണേന്നറിയില്ല. അവന്റെ ചുറ്റും എല്ലാവരും ഹിറ്റാച്ചിയായി മാറും. കുട്ടപ്പൻ നിലവിളിച്ച് ഇപ്പൊ കാക്കാഷി വിളിക്കും. പക്ഷെ അതും ഹിറ്റാച്ചി ആണെന്ന് മനസ്സിലാവുമ്പോ ഇവിടെ കുട്ടപ്പൻ പേടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.